തിരുവനന്തപുരം ബി.ജെ.പി മുൻ കൗൺസിലർ അനിൽകുമാറിന്റെ മരണത്തിൽ എം.എസ്. കുമാറിന്റെ ആരോപണങ്ങൾ തള്ളി ബി.ജെ.പി. ബാങ്കിൽ നിന്ന് ബി.ജെ.പി പ്രമുഖർ ആരും ലോൺ എടുത്തിട്ടില്ലെന്ന് എം.ടി. രമേശ്. ലോൺ എടുത്താൽ തിരിച്ച് അടയ്ക്കാത്തവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ ബാങ്ക് തയ്യാറാണെന്നും എം.ടി. രമേശ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് തിരുവനന്തപുരത്തെ ഒരറിയപ്പെടുന്ന ബി.ജെ.പി നേതാവും ഒരു ലോണും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ എല്ലാ റെക്കോർഡുകളും ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബി.ജെ.പിയുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ബി.ജെ.പിയുടെ ലാബിൽ ആരും ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കുന്ന ആളുകൾ തിരിച്ചടക്കാത്തതുകൊണ്ടാണല്ലോ ബാങ്ക് നഷ്ടമാകുന്നത്. വസ്തുതയാണ്. ലോൺ എടുത്താൽ തിരിച്ചടക്കണം. തിരിച്ചടക്കാത്ത ആളുകളെ നിയമപരമായിട്ട് തിരിച്ചടപ്പിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് ബാങ്ക് അധികാരികൾ തയ്യാറാവണം. രതീഷ് വാസുദേവൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രതീഷ്, ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു എന്നാണെങ്കിലും ബി.ജെ.പി നേതാവ് എം.എസ്. കുമാർ ആരോപിച്ചിരുന്നത്. ഈ കാര്യങ്ങളെയൊക്കെ ഇപ്പോൾ എം.ടി. രമേശ് തള്ളുമ്പോൾ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണോ എം.ടി. രമേശ് കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നത്? എന്താണ് പറഞ്ഞു വെക്കുന്നത്? സംഗീത, ഈ അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി ആദ്യം തന്നെ ശരിക്കും പ്രതിരോധത്തിലായിരുന്നു. ആ പ്രതിരോധത്തെ മറികടക്കാൻ അവർ ഉപയോഗിക്കുന്നത് ബാങ്കിലെ നിയമ നടപടികൾ ശക്തമായി ഉപയോഗിക്കണം. അത്തരത്തിലാണ് ലോൺ തിരിച്ചു പിടിക്കേണ്ടത്. ഈ ലോൺ തിരിച്ചു പിടിക്കാത്ത ഒരു സാഹചര്യത്തിൽ ബാങ്ക് സ്വാഭാവികമായിട്ടും നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു അനിൽകുമാറിന്റെ ആത്മഹത്യയിലേക്ക് പോലും എത്തുന്ന തരത്തിൽ സാഹചര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് ബാങ്ക് കൃത്യമായ നിയമ നടപടികൾ എടുത്തില്ല. അതായത് ബാങ്കിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് വിശദീകരിക്കാനാണ് ആദ്യഘട്ടത്തിൽ തന്നെ ബി.ജെ.പി നേതാക്കൾ ശ്രമിച്ചത്. അതിന്റെ കൂടുതൽ വ്യക്തമായ പ്രതികരണമാണ് എം.ടി. രമേശ് നടത്തിയത്. എന്തായാലും അദ്ദേഹം പറയുന്നത് ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഇത്തരത്തിൽ ലോൺ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. തിരിച്ചടപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടികൾ എടുത്ത് ബാങ്ക് അധികൃതരാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബി.ജെ.പിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ബാങ്കിന്റെ തന്നെയാണ് പൂർണ്ണമായ ഉത്തരവാദിത്തം. നിയമ നടപടികൾ സ്വീകരിച്ച് ആ പണം തിരിച്ചു പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇല്ലാത്ത സാഹചര്യത്തിലാണ് അനിൽകുമാറിന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന തരത്തിലുള്ള സൂചന തന്നെയാണ് എം.ടി. രമേശ് നൽകുന്നത്. എന്തായാലും കൃത്യമായി നേരത്തെ പറഞ്ഞ ആക്ഷേപങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിശദീകരണമാണ് എം.ടി. രമേശിൻ്റെത്. സംഗീത. ശരി, കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.